Hey, everyone! Welcome to My PSC Life. Get ready to challenge your mind, test your knowledge, and have fun with exciting quizzes. Ready? Share with your friends, hit that subscribe button, and let's get started. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓപ്ഷൻ എ സൈറ്റോളജി, ഓപ്ഷൻ ബി ഹിസ്റ്റോളജി, ഓപ്ഷൻ സി ഹീമോബോയിസസ്, ഓപ്ഷൻ ഡി ഹീമറ്റോളജി. Correct answer is hematology. ഒരു സാധാരണ മനുഷ്യന്റെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? ഓപ്ഷൻ എ 80 മില്ലിമീറ്റർ എച്ച്.ജി, ഓപ്ഷൻ ബി 140 മില്ലിമീറ്റർ എച്ച്.ജി, ഓപ്ഷൻ സി 120 മില്ലിമീറ്റർ എച്ച്.ജി, ഓപ്ഷൻ ഡി 70 മില്ലിമീറ്റർ എച്ച്.ജി. Correct answer is 120 millimeter Hg. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഹീമോലൈസിസ്, ഓപ്ഷൻ ബി ഹീമോസ്റ്റാസിസ്, ഓപ്ഷൻ സി ഹീമോബോയിസസ്, ഓപ്ഷൻ ഡി ഹീമോഗ്ലോബിനോസിസ്. Correct answer is ഹീമോബോയിസസ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി രക്തം. കറക്റ്റ് ആൻസർ രക്തം. ദ്രാവകരൂപത്തിലുള്ള സംയോജക കല ഏതാണ്? ഓപ്ഷൻ എ എല്ല്, ഓപ്ഷൻ ബി തരുണാസ്ഥി, ഓപ്ഷൻ സി പേശി, ഓപ്ഷൻ ഡി രക്തം. കറക്റ്റ് ആൻസർ രക്തം. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ടുപോകുന്നത്? ഓപ്ഷൻ എ ഫ്, ഓപ്ഷൻ ബി നട്ടെല്ല്, ഓപ്ഷൻ സി എല്ലുകൾ, ഓപ്ഷൻ ഡി രക്തം. Correct answer രക്തം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ വൃക്കകൾ, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി രക്തം, ഓപ്ഷൻ ഡി ശ്വസന വ്യവസ്ഥ. Correct answer രക്തം. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 2 മുതൽ 3 വരെ ലിറ്റർ, ഓപ്ഷൻ ബി 5 മുതൽ 6 വരെ ലിറ്റർ, ഓപ്ഷൻ സി 8 മുതൽ 9 വരെ ലിറ്റർ, ഓപ്ഷൻ ഡി 10 മുതൽ 12 വരെ ലിറ്റർ. കറക്റ്റ് ആൻസർ ഇസ് 5 മുതൽ 6 വരെ ലിറ്റർ. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവം ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി ശ്വാസകോശം. കറക്റ്റ് ആൻസർ വൃക്ക. രക്തം ശുദ്ധീകരിക്കുന്ന വാതക കൈമാറ്റം വഴി അവയവം? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി ശ്വാസകോശം. കറക്റ്റ് ആൻസർ ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണു ഏതാണ്? ഓപ്ഷൻ എ അരുണരക്താണു, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റ്, ഓപ്ഷൻ സി ശ്വേതരക്താണു, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്. കറക്റ്റ് ആൻസർ ശ്വേതരക്താണു. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി ലിംഫോസൈറ്റ്,
ഓപ്ഷൻ സി മോണോസൈറ്റ്, ഓപ്ഷൻ ഡി ബേസോഫിൽ. കറക്റ്റ് ആൻസേഴ്സ് മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതാണ്? ഓപ്ഷൻ എ മോണോസൈറ്റ്, ഓപ്ഷൻ ബി ന്യൂട്രോഫിൽ, ഓപ്ഷൻ സി ലിംഫോസൈറ്റ്, ഓപ്ഷൻ ഡി ബേസോഫിൽ. കറക്റ്റ് ആൻസേഴ്സ് ലിംഫോസൈറ്റ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ഹീമോഗ്ലോബിനോമീറ്റർ, ഓപ്ഷൻ ബി സ്ഫിഗ്മോമാനോമീറ്റർ, ഓപ്ഷൻ സി ഹീമോസൈറ്റോമീറ്റർ, ഓപ്ഷൻ ഡി തെർമോമീറ്റർ. കറക്റ്റ് ആൻസേഴ്സ് ഹീമോസൈറ്റോമീറ്റർ. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ഹീമോസൈറ്റോമീറ്റർ, ഓപ്ഷൻ ബി ഹീമോഗ്ലോബിനോമീറ്റർ, ഓപ്ഷൻ സി ഇസിജി, ഓപ്ഷൻ ഡി റെസ്പിറ്റോമീറ്റർ. കറക്റ്റ് ആൻസേഴ്സ് ഹീമോഗ്ലോബിനോമീറ്റർ. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന രക്തകോശം ഏതാണ്? ഓപ്ഷൻ എ ശ്വേതരക്താണുക്കൾ, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ സി അരുണരക്താണുക്കൾ, ഓപ്ഷൻ ഡി ലിംഫ് കോശങ്ങൾ. കറക്റ്റ് ആൻസേഴ്സ് അരുണരക്താണുക്കൾ. രക്തത്തിന് ചുവപ്പുനിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഓപ്ഷൻ എ മെലാനിൻ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ, ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ഡി ബിലിറൂബിൻ. കറക്റ്റ് ആൻസേഴ്സ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഓപ്ഷൻ എ പ്ലാസ്മ, ഓപ്ഷൻ ബി ശ്വേതരക്താണു, ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റ്. കറക്റ്റ് ആൻസേഴ്സ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതു ഏതാണ്? ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി സിങ്ക്. കറക്റ്റ് ആൻസേഴ്സ് ഇരുമ്പ്. മനുഷ്യ ശരീരത്തിലെ പുരുഷന്മാരിലെ സാധാരണ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 10.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ, ഓപ്ഷൻ ബി 12.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ, ഓപ്ഷൻ സി 14.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ, ഓപ്ഷൻ ഡി 16.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ. കറക്റ്റ് ആൻസർ ഇസ് 14.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ. മനുഷ്യ ശരീരത്തിലെ സ്ത്രീകളിലെ സാധാരണ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 10.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ, ഓപ്ഷൻ ബി 13.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ, ഓപ്ഷൻ സി 15.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ, ഓപ്ഷൻ ഡി 17.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ. കറക്റ്റ് ആൻസർ ഇസ് 13.5 മില്ലിഗ്രാം 100 മില്ലിലിറ്റർ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ഏതാണ്? ഓപ്ഷൻ എ ശ്വേതരക്താണു, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റ്, ഓപ്ഷൻ സി അരുണരക്താണു, RBC, ഓപ്ഷൻ ഡി മോണോസൈറ്റ്. കറക്റ്റ് ആൻസർ അരുണരക്താണു, RBC. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്?
ഓപ്ഷൻ എ 60 ദിവസം, ഓപ്ഷൻ ബി 90 ദിവസം, ഓപ്ഷൻ സി 120 ദിവസം, ഓപ്ഷൻ ഡി 150 ദിവസം. കറക്റ്റ് ആൻസർ ഇസ് 120 ദിവസം. മർമ്മം, ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ശ്വേതരക്താണുക്കൾ മാത്രം, ഓപ്ഷൻ ബി അരുണരക്തകോശം മാത്രം, ഓപ്ഷൻ സി അരുണരക്തകോശം, പ്ലേറ്റ്ലെറ്റ്, ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റ് മാത്രം. കറക്റ്റ് ആൻസർ അരുണരക്തകോശം, പ്ലേറ്റ്ലെറ്റ്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ വൃക്കയിൽ, ഓപ്ഷൻ ബി ഹൃദയത്തിൽ, ഓപ്ഷൻ സി അസ്ഥിമജ്ജയിൽ, ഓപ്ഷൻ ഡി കരളിൽ. കറക്റ്റ് ആൻസർ അസ്ഥിമജ്ജയിൽ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ വിറ്റാമിനുകൾ ഏതാണ്? കറക്റ്റ് ആൻസേഴ്സ് വിറ്റാമിൻ B6, വിറ്റാമിൻ B9, വിറ്റാമിൻ B12. സിസ്റ്റോൾ എന്നത് എന്താണ്? ഓപ്ഷൻ എ ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ, ഓപ്ഷൻ ബി ഹൃദയ അറകളുടെ സങ്കോചം, ഓപ്ഷൻ സി രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയ, ഓപ്ഷൻ ഡി ഓക്സിജൻ വിനിമയം. കറക്റ്റ് ആൻസേഴ്സ് ഹൃദയ അറകളുടെ സങ്കോചം. ഡയസ്റ്റോൾ എന്നത് എന്താണ്? ഓപ്ഷൻ എ ഹൃദയ അറകളുടെ സങ്കോചം, ഓപ്ഷൻ ബി ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ, ഓപ്ഷൻ സി രക്തക്കുഴലുകളുടെ ചുരുങ്ങൽ, ഓപ്ഷൻ ഡി രക്തയോട്ടം. കറക്റ്റ് ആൻസേഴ്സ് ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ. ഹൃദയം സങ്കോചിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം ഏതാണ്? ഓപ്ഷൻ എ ഡയസ്റ്റോളിക് പ്രഷർ, ഓപ്ഷൻ ബി പൾസ് പ്രഷർ, ഓപ്ഷൻ സി സിസ്റ്റോളിക് പ്രഷർ, ഓപ്ഷൻ ഡി വെനസ് പ്രഷർ. കറക്റ്റ് ആൻസർ സിസ്റ്റോളിക് പ്രഷർ. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? ഓപ്ഷൻ എ 100/70 mm Hg, ഓപ്ഷൻ ബി 130/90 mm Hg, ഓപ്ഷൻ സി 120/80 mm Hg, ഓപ്ഷൻ ഡി 140/90 mm Hg. Correct answer is 120/80 mm Hg.